മുറിയൻ കപ്പയും മടന്തക്കറി. എന്റെ ഓർമ്മയിലെ കുട്ടിക്കാലത്ത് കർക്കിടക മാസത്തിൽ അമ്മ ഉണ്ടാക്കുന്ന ഇലക്കറികളിൽ ഒന്നാണ് ഈ മടന്തക്കറി. പഴയ തലമുറയിലുള്ളവർ ഇപ്പോഴും കൊതിയോടെ ഓർമ്മിക്കുന്ന ഒരു വിഭവമാണിത്. മീൻ കറിക്കൊത്ത പകരക്കാരനാണ് ഇവൻ. ധാരാളം വൈറ്റമിനും പ്രോട്ടീനും മിനറലുകളാലും സമ്പന്നനാണ് ഈ സാധാരണക്കാരൻ. ഈ കറി ഉണ്ടാക്കാനായി ചേമ്പിന്റെ തിരി പോലത്തെ ഇലയോ അല്ലെങ്കിൽ കിളിന്തിലയോ എടുക്കാം. തിരി പോലത്തെ ഇലയാണെങ്കിൽ വെറുതെ കെട്ടിയെടുത്താൽ മതി. തളിരിലയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഞരമ്പ് കത്തി കൊണ്ട് ചുരണ്ടി മാറ്റി വലുതാണെങ്കിൽ രണ്ടാക്കി മുറിച്ച് കഴുകിയെടുക്കാം. ഇനി ഓരോ ഇലയും ചുരുട്ടി തിരി പോലെ തെറുക്കും പോലെ ആക്കി ചുരുട്ടി കെട്ടിയെടുത്ത് മാറ്റിവെക്കാം. ഇനി മിക്സിയുടെ ഒരു ജാർ എടുത്ത് അതിൽ തേങ്ങാ തിരികിയതും ഉള്ളിയും കാന്താരിയും കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്ത് ഒന്ന് ചെറുതായി അരച്ചെടുക്കണം. ചട്ടി അടുപ്പേ വെച്ച് അരച്ച അരപ്പും കുതിർത്ത കുടംപുളിയും അതിന്റെ വെള്ളവും പിന്നെ ഇല വേകാനുള്ള കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി അടച്ചു വെച്ച് തിളപ്പിക്കണം. തിളച്ച ശേഷം മീൻ കഷ്ണം ഇടുന്ന പോലെ കെട്ടിയ ഇലകൾ ഓരോന്നായി അതിലേക്ക് പറക്കിയിടണം. ശേഷം തവി കൊണ്ട് ഒന്ന് അമർത്തി അടപ്പുകൊണ്ട് അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്ക് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇല വെന്ത് കഴിഞ്ഞാൽ അടപ്പ് തുറന്നു വെച്ച് വറ്റിച്ചെടുക്കാം. ഇനി അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. ചൂട് കപ്പ പുഴുങ്ങിയതിന്റെ കൂടെയോ ചോറിന്റെ കൂടെയോ കഴിക്കാവുന്നതാണ്. ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരും പുതിയ തലമുറക്കാരും തീർച്ചയായും ഈ കർക്കിടകത്തിൽ ഇത് ട്രൈ ചെയ്യണം. വിത്ത് ലവ്, ലക്ഷ്മി.